അപ്പോൾ പ്രിയപ്പെട്ടവരെ, നല്ല നമസ്കാരം. നമ്മുടെ ഈ ചാലക്കുടി പട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹത്തായ എൻജിനീയറിംഗ് വൈദഗ്ധ്യം വിളിച്ചോതുന്ന നിർമ്മിതികൾക്ക് പേര് കേട്ടൊരു സ്ഥലമാണ്. പലപ്പോഴും ഈ പൊതുമരാമത്തിൻ്റെയും അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള ചില നിർമ്മിതികളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ചിന്തനീയമായിരിക്കും. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മുടെ കണ്ണമ്പഴ റോഡിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ആ റോഡിലൂടെയുള്ള അവിടെയുള്ള വെള്ളക്കെട്ടാണ് ഈ കാണുന്നത്. 2-3 ദിവസം മുൻപ് ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയിട്ട് വലിയൊരു വെള്ളക്കെട്ടുണ്ടായി. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് ഈ വെള്ളക്കെട്ട് എങ്ങനെ ഉണ്ടാവും? അതിനാണല്ലോ കാന നിർമ്മിച്ചിരിക്കുന്നത് വെള്ളം പോകാൻ വേണ്ടി. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പോയ മഹത്തായ എൻജിനീയറിംഗ് വൈദഗ്ധ്യം വിളിച്ചോതുന്ന രീതിയിലുള്ള നിർമ്മിതി ആയതുകൊണ്ട് വെള്ളം ഇപ്പോഴും റോട്ടിൽ കൂടെ തന്നെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയാൽ. ഈ മഴക്കാലമാണ് വരണത്, വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന തോടും കാനയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണത്. പക്ഷേ ചാലക്കുടിയിലെ നിർമ്മിതികൾ വളരെ ചിന്തനീയമായിട്ടുള്ള രീതിയാണ്. വെള്ളം റോട്ടിൽ കൂടെ തന്നെ ഒഴുകുള്ളൂ. ഇത് വലിയ കഷ്ടം തന്നെയാണ്. ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല, ആളുകൾക്ക് വീട്ടിൽ ചെന്ന് കൈയും കാലും കഴിയുന്നതിന് പകരമായിട്ടുള്ള ഒരു അവസരം ഒരുക്കി തന്നേക്കാമെന്ന് പറയാൻ പറ്റില്ല. ഇവിടുത്തെ ടൗണിലെ പല കാനകളുടെയും സ്ഥിതിയൊക്കെ ഇങ്ങനെയാണ്. ഈ കാനകളൊക്കെ വൃത്തിയാക്കി ശുചിയാക്കി എന്നൊക്കെ പറഞ്ഞില്ലേ, നമുക്ക് കാണാം, മഴ പെയ്യട്ടെ അപ്പോൾ അറിയാം അതിൻ്റെ കാര്യങ്ങളൊക്കെയും. എന്തായാലും അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കട്ടെ. ഇവിടുത്തെ വെള്ളക്കെട്ട് ഇനി വരാനിരിക്കുന്ന മഴക്കാലത്തിന് മുന്നേ ഒക്കെ ശരിയാക്കാൻ പറ്റുകയാണെങ്കിൽ, കാനപണി കഴിഞ്ഞിട്ട് അതിൽ നാളായിട്ടില്ലേ, അതാണ് സംഭവം. എന്തായാലും ഇത്തരം കാഴ്ചകൾ കൂടി അധികാരികളുടെ മുന്നിൽ സമർപ്പിക്കുന്നു.